മച്ചാമാരെ റിക്സും ചാലക്കുടി പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടാക്സി ഡ്രൈവർ ഓടിക്കുന്ന ചങ്കുകൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, എന്നാലും കുറേ ആൾക്കാർ ഇത് അറിയാണ്ടാണോ ഇനി മാറ്റാനുള്ള മടി കൊണ്ടാണോന്ന് അറിയില്ല, അത് ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസും അതേപോലെ തന്നെ ഊബർ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഈ ചാനൽ കൂടുതലും. അപ്പോൾ ടാക്സി വാഹനം ഓടിക്കുന്നവരാണെങ്കിലും അല്ലാത്തവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്ക് ഒരു 3000 രൂപ ഫൈൻ കിട്ടിയായിരുന്നു കേട്ടോ. 500 രൂപയ്ക്കുണ്ട് ഞാൻ 3000 രൂപ കാട്ടിക്കളഞ്ഞു. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ബാക്കിൽ ഫ്രണ്ടിലും സൈഡിലും റിഫ്ലക്ടർ വേണം. റിഫ്ലക്ടറിനാണ് എനിക്ക് 3000 രൂപ കിട്ടിയത്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇപ്പോഴത്തെ, അതായത് നമ്പർ പ്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റ് കൊണ്ട് നമ്പറും വേണം. അതിനും കൂടിയിട്ടാണ് എനിക്ക് 3000 രൂപ ഫൈൻ കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാര്യമായിട്ട് എന്താണ് അങ്ങനെ പ്രശ്നം വരുമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. ഫോട്ടോ എടുത്ത് പോയതാണെന്ന് അറിയില്ല, എങ്ങനെയോ മൊബൈലിലേക്ക് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓൺലൈൻ വഴി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് നമ്പർ പ്ലേറ്റിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ മാറ്റാം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ പല വണ്ടി പിടിച്ചേക്കണ വീഡിയോസും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട ഉടനെ തന്നെ ടാക്സി വാഹനത്തിൽ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ മാറ്റിയേക്കിട്ടോ. വെറുതെ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് 3000 രൂപ കാട്ടിക്കളയണ്ട. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.